നമസ്കാരം. പശ്ചിമേഷ്യയുടെ ആകാശത്ത് വീണ്ടും യുദ്ധമേഘങ്ങൾക്ക് കട്ടികൂടുകയാണ്. സമാധാനത്തിനായുള്ള നൂലാമാലകൾ ഇപ്പോഴും അഴിയാക്കുരുക്കായി മുറുകി നിൽക്കുമ്പോൾ ശക്തമായ മുന്നറിയിപ്പുകളുടെയും പ്രതികാര ഭീഷണികളുടെയും ഇടയിൽ ലോകം മുഴുവൻ ശ്വാസം മുട്ടി കാത്തിരിക്കുകയാണ്. തന്ത്രപ്രധാനമായ ഹോർമൂസ് കടലിടുക്ക് തുറക്കാത്ത പക്ഷം ഇറാനെ തകർക്കുമെന്ന ഡൊണാൾഡ് ട്രംപിന്റെ അന്ത്യശാസനം ലോകത്തെ മുഴുവൻ പിടിച്ചുകുലുക്കുകയാണ്. ഇത് ആഗോള സമാധാനത്തിനും സാമ്പത്തിക സ്ഥിരതയ്ക്കുമുള്ള വെല്ലുവിളിയാണ്. ഈ പ്രസ്താവനയോടെ പശ്ചിമേഷ്യയിലെ സംഘർഷം ഒരു നിർണായക വഴിത്തിരിവിലേക്കാണ് നീങ്ങുന്നത്. ഹോർമൂസ് കടലിടുക്ക് ലോകത്തിലെ ഏറ്റവും നിർണായകമായ സമുദ്ര മാർഗങ്ങളിൽ ഒന്നാണ്. ആഗോള ക്രൂഡ് ഓയിൽ ഗതാഗതത്തിന്റെ ഏകദേശം 20% ഇതിലൂടെ കടന്നുപോകും. ഈ കടലിടുക്ക് അടഞ്ഞു പോയപ്പോൾ അതിന്റെ ആഘാതം പശ്ചിമേഷ്യയിൽ മാത്രം ഒതുങ്ങിയില്ല. ലോക സാമ്പത്തിക വ്യവസ്ഥ മുഴുവൻ നടുങ്ങി എന്നതാണ് യാഥാർത്ഥ്യം. ഇന്ത്യ, ചൈന, ജപ്പാൻ തുടങ്ങിയ രാജ്യങ്ങൾ എണ്ണ ഇറക്കുമതിക്കായി ഏറെ ആശ്രയിക്കുന്ന പാതയാണിത്. അതിനാൽ ഇവിടെ ഉണ്ടാകുന്ന ഏത് സംഘർഷവും ആഗോള വിപണികളിൽ എണ്ണവില കുത്തനെ ഉയരാൻ കാരണമായി മാറും. ഇറാനും യുഎസിനും ഇടയിൽ സംഘർഷം രൂക്ഷമാകുന്ന സാഹചര്യത്തിൽ ഈ കടലിടുക്ക് ഒരു തന്ത്രപ്രധാന ആയുധമായി മാറിയിരിക്കുകയാണ്. ഇറാൻ പലതവണ ഈ പാത അടയ്ക്കുമെന്ന മുന്നറിയിപ്പ് നൽകിയതിന് മുന്നോടിയായി നിരവധി പ്രവർത്തനങ്ങൾ അവിടെ നടത്തി. അതിന് മറുപടിയായി അമേരിക്ക ശക്തമായ സൈനിക സാന്നിധ്യം അവിടെ ഉറപ്പിച്ചു. ഈ പരസ്പര ഭീഷണികളാണ് ഇപ്പോഴത്തെ സ്ഥിതി അതീവ ഗുരുതരമാക്കുന്നത്. ഡൊണാൾഡ് ട്രംപിന്റെ ഈ അന്ത്യശാസനം യുദ്ധത്തിന്റെ ഗതിയെ വേഗത്തിലാക്കാനുള്ള സാധ്യതയുമുണ്ട്. സാധാരണയായി നയതന്ത്ര ചർച്ചകൾക്ക് സമയം അനുവദിക്കുന്ന അമേരിക്കൻ നിലപാടിൽ നിന്നുള്ള വലിയ മാറ്റമാണിത്. ഇത്തരത്തിലുള്ള കർശനമായ സമയപരിധികളും ഭീഷണികളും യുദ്ധം ഒഴിവാക്കുന്നതിനേക്കാൾ അത് ശക്തമാക്കാൻ മാത്രമാണ് ഇടയാക്കുന്നത്. ഇറാൻ ഈ സമ്മർദ്ദത്തിന് വഴങ്ങുമോ അതോ പ്രതികാര നടപടികളിലേക്ക് കടക്കുമോ എന്നത് നിർണായകമായ ചോദ്യമാണ്. തന്ത്രപ്രധാനമായ ഹോർമൂസ് കടലിടുക്ക് അന്താരാഷ്ട്ര കപ്പൽ ഗതാഗതത്തിനായി ഉടൻ തുറന്നു കൊടുത്തില്ല എങ്കിൽ ഇറാനെ തകർക്കുമെന്നാണ് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് അവസാന മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നത്. ചൊവ്വാഴ്ച രാത്രി 8 മണിക്ക്, അതായത് ഇന്ത്യൻ സമയം ബുധനാഴ്ച പുലർച്ചെ 5:30 മുൻപ് സമാധാന കരാറിൽ എത്തിയില്ല എങ്കിൽ രാജ്യം മുഴുവൻ ബോംബിട്ട് തകർക്കുമെന്നാണ് ട്രംപിന്റെ അന്ത്യശാസനം. തന്റെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമായ ട്രൂത്ത് സോഷ്യലിലൂടെയാണ് ട്രംപിന്റെ ഭീഷണി പുറത്തു വന്നത്. ആക്രമണത്തെ പവർ പ്ലാന്റ് ഡേ എന്നും റിഡ്ജ് ഡേ എന്നുമാണ് ട്രംപ് വിശേഷിപ്പിച്ചത്. ഇറാനിലെ വൈദ്യുത നിലയങ്ങളും പാലങ്ങളും ലക്ഷ്യമിട്ടുള്ള ഈ ആക്രമണം നടന്നാൽ രാജ്യം പുനർനിർമ്മിക്കാൻ തന്നെ കുറഞ്ഞത് 20 വർഷമെങ്കിലും വേണ്ടിവരുമെന്നാണ് ട്രംപിന്റെ വാദം. ആക്രമണങ്ങളിൽ ഇറാനിലെ സാധാരണക്കാരുടെ ജീവൻ നഷ്ടപ്പെടുന്നതിനെ കുറിച്ചുള്ള മനുഷ്യാവകാശ സംഘടനകളുടെ ആശങ്കകളെ ട്രംപ് തള്ളിക്കളഞ്ഞു. ഭരണകൂടത്തെ എതിർക്കുന്ന ഇറാൻ ജനത ഇത്തരം നീക്കങ്ങളെ പിന്തുണയ്ക്കുമെന്ന് ട്രംപ് പറഞ്ഞു. സിവിലിയൻ അടിസ്ഥാന സൗകര്യങ്ങൾക്ക് നേരെ ആക്രമണം നടത്തുന്നത് യുദ്ധക്കുറ്റമാകുമെന്ന് നിയമവിദഗ്ധർ ചൂണ്ടിക്കാണിക്കുമ്പോഴും യാതൊരു വിട്ടുവീഴ്ചയ്ക്കും തയ്യാറല്ല എന്ന ഉറച്ച നിലപാടിലാണ് അമേരിക്കൻ പ്രസിഡന്റ്. കഴിഞ്ഞ ദിവസം അമേരിക്കൻ പൈലറ്റിനെ ഇറാൻ മണ്ണിൽ നിന്ന് സാഹസികമായി രക്ഷപ്പെടുത്തിയതിനു പിന്നാലെയാണ് മേഖലയിൽ സംഘർഷം കടുപ്പിച്ചത്. ട്രംപിന്റെ ഭീഷണിയെ തുടർന്ന് ഇറാന്റെ UN മിഷൻ അമേരിക്കൻ ആക്രമണങ്ങളെ യുദ്ധക്കുറ്റമായി കണക്കാക്കണമെന്ന് ആവശ്യപ്പെട്ടിട്ടുണ്ട്. US-നെതിരെ തിരിച്ചടി ഉണ്ടാകുമെന്ന മുന്നറിയിപ്പും ഇറാൻ നൽകിയിട്ടുണ്ട്. ഗൾഫ് രാജ്യങ്ങളിലെയും ഇസ്രയേലിലെയും അടിസ്ഥാന സൗകര്യങ്ങൾ ലക്ഷ്യമിടുമെന്നുമാണ് ഇറാന്റെ ഭീഷണി. കഴിഞ്ഞ ദിവസവും ട്രംപ് ഭീഷണിയുമായി രംഗത്തെത്തിയിരുന്നു. തിങ്കളാഴ്ചയ്ക്കകം ഹോർമൂസ് കടലിടുക്ക് തുറന്നില്ല എങ്കിൽ ഇറാൻ കനത്ത പ്രത്യാഘാതം നേരിടേണ്ടി വരുമെന്ന് പറഞ്ഞ ട്രംപ് അസഭ്യ വർഷവും നടത്തിയിരുന്നു. തന്റെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമായ ട്രൂത്ത് സോഷ്യലിലൂടെയായിരുന്നു ഭീഷണി. കടലിടുക്ക് തുറന്നില്ലെങ്കിൽ നിങ്ങൾ നരകത്തിൽ ജീവിക്കേണ്ടി വരും, കാത്തിരിക്കൂ, അള്ളാഹുവിന് സ്തുതി എന്ന് അദ്ദേഹം സാമൂഹ്യ മാധ്യമത്തിൽ കുറിച്ചു. ഡൊണാൾഡ് ട്രംപിന്റെ മുന്നറിയിപ്പ് യാഥാർത്ഥ്യമാവുകയാണെങ്കിൽ അതിന്റെ ആഘാതം അതിരുകൾ കടന്ന് ലോകമെമ്പാടും അനുഭവപ്പെടും. അതിനാൽ ഇപ്പോൾ ഏറ്റവും ആവശ്യമായത് യുദ്ധമല്ല, സംവാദവും സഹകരണവുമാണ്. സമാധാനത്തിലേക്കുള്ള വഴികൾ അടഞ്ഞു പോകുന്നതിന് മുൻപ് ലോകം ഇടപെടേണ്ട സമയം ഇതാണ്.